السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണേ എന്ന് തുടക്കത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളേവരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. മരണം അനശ്വര ജീവിതത്തിലേക്കുള്ള വാതിൽ എന്ന വിഷയത്തിൽ ആസ്പദമായി എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ വെച്ച് നിങ്ങളുമായി സംവദിക്കാനാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. നല്ല രീതിയിൽ പ്രമാണബദ്ധമായി പറയുവാൻ എനിക്കും നല്ല രീതിയിൽ കേൾക്കുവാനും, അത് ഒരു ചെവിയെ കേട്ട് മറു ചെവിയെ വിട്ടുകളയാതെ ജീവിതത്തിൻ്റെ വിവിധമായ രംഗങ്ങളിൽ ആ പ്രമാണബദ്ധമായ ഉപദേശങ്ങൾ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാമൊക്കെ അനുഗ്രഹീതരാണ്. കാരണം ഒരുപാട് ആളുകൾ ദുനിയാവിൻ്റെ പ്രമത്തത തലച്ചോറിന് ബാധിച്ചു ഒരു നിമിഷം പോലും അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ വെറുപിടിച്ച ചെന്നായയെ പോലെ നശ്വരമായ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി ജനങ്ങളിൽ നിന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പമെങ്കിൽ അല്പം അവന്റെ പരലോകത്തെക്കുറിച്ച് ഓർക്കുവാനും അവന്റെ നരകത്തെക്കുറിച്ച് സംസാരിക്കുവാനും അവന്റെ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിക്കുവാനും അവന്റെ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ആരുടെയെങ്കിലും പ്രവർത്തനം കൊണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും തറവാടിത്തം കൊണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും പ്രമാണിത്വം കൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ചെയ്തു തന്നൊരു വലിയ ഫളലാണിത്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന് അകമഴിഞ്ഞ് അല്ലാഹുവിനോട് നന്ദി പറയുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ദുനിയാവിലെ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം നശ്വരമാണ്. ഏത് നിമിഷവും അവസാനിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ ഈ ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലാഹ് പറയാണ്, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു വസീനതു വതഫാഖുറുൻ ബൈനകും وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. يعلموا നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹു, ഈ ദുനിയാവിലെ ജീവിതം കളി വിനോദം മാത്രമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ്, നേടിയെടുത്ത സ്വത്തിന്റെയും സമ്പാദ്യത്തിന്റെയും കാര്യം പറഞ്ഞ് പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ് ഈ ദുനിയാവ്. കളി വിനോദം മാത്രമാണ് ഈ ദുനിയാവ്. ക്ഷണിക നേരം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു വഞ്ചനാത്മകമായ ജീവിതം മാത്രമാണ് ഈ ദുനിയാവ്. എന്നാൽ ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തെ കുറിച്ച് അല്ലാഹ് പറയുകയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, എന്നാൽ പരലോകമാകുന്ന ജീവിതം അവരുടെ കഠിനകഠോരമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സബാനിയാക്കളായ മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ നരകമുണ്ട്. നരകത്തിന്റെ അകത്തുള്ള വിവിധ ശിക്ഷാമുറകളുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. നരകം മാത്രമല്ല, അദാബിന്റെ മലക്കുകൾ മാത്രമല്ല, നരകത്തിന്റെ അകത്ത് നിന്ന് ഉയരുന്ന ദീനരോധനങ്ങൾ മാത്രമല്ല, വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. ജല്ല ജലാലായ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള തൃപ്തിയുമുണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തവുമുണ്ട്, പശ്ചാത്താപവുമുണ്ട്. എന്നിട്ടല്ല പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യരെ അറിയണേ, ഭ്രമം ബാധിച്ച തലച്ചോറുമായി, തിമിരം ബാധിച്ച കണ്ണുമായി 24 മണിക്കൂറും പിടിച്ച ചെന്നായെ പോലെ ദുനിയാവിന്റെ ആഹ്ലാദത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ, സമ്പാദ്യത്തിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, ജോലിക്ക് പിന്നാലെ, ദുനിയാവിന്റെ പ്രമത്തത ബാധിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോടല്ല പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏതൊരു ദുനിയാവിനെ കുറിച്ചാണോ ഒരിക്കലും നശിക്കുകയില്ല എന്ന് നിങ്ങൾ വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു ദുനിയാവിന്റെ സമ്പത്ത് കൊന്നുകൂട്ടുവാൻ വേണ്ടിയാണോ രാവും പകലും നിങ്ങൾ അധ്വാനിക്കുന്നത്, ഏതൊരു ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയാണോ ധർമ്മവും സത്യവും ബലി കഴിക്കുന്നത്, ഏതൊരു ദുനിയാവിന്റെ അധികാര കസേരക്ക് വേണ്ടിയാണോ രക്തബന്ധങ്ങൾ പോലും ബലി കഴിക്കുന്നത്, ആ ദുനിയാവിനെ കുറിച്ചല്ല പറയുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവം മാത്രമാണ്, ചതിയുടെ വിഭവം മാത്രമാണ്, ക്ഷണിക നേരത്തെ ആസ്വാദനം മാത്രമാണ്, ഏത് നിമിഷവും അവസാനിച്ചു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ നമുക്ക് പറഞ്ഞു തരുന്ന സുന്ദരമായ വചനം. പിന്നെ നമ്മെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? സൂറത്തുൽ മുൽക്കിന്റെ 2 ആയത്തിലൂടെ അല്ലാഹു അത് വിശദീകരിക്കുന്നു വളരെ വ്യക്തമായി. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا
വഹുവൽ അസീസുൽ ഗഫൂർ. ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ രാജാധികാരമുള്ളത്, ആ റബ്ബ് ഉന്നതനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു, അവന് എല്ലാം കഴിവുള്ളവനാകുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ലോകത്തേക്ക് മനുഷ്യനെ പടച്ചു വിട്ടതെന്തിനാണ്? ഈ ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടതെന്തിനാണ്? രാവും പകലുമുള്ള, മാമലയും കാട്ടാറും കാട്ടരുവികളുമുള്ള, പക്ഷികളും മൃഗങ്ങളുമുള്ള, വേദനയും സന്തോഷവും ദുഃഖവും വ്യതകളും വ്യസനങ്ങളുമുള്ള ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പറഞ്ഞയച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമേ, ഹൃദയത്തിന്റെ ഏറ്റവും താഴെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വചനമാണിത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളിൽ സൽക്കർമ്മം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് ധർമ്മത്തിന്റെ പന്താവിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് സത്യത്തെ മുറുകെ പിടിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് വഹദാനിയത്തിന്റെ ഉന്നത വചനത്തിന് വേണ്ടി പണിയെടുക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് അധർമ്മത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് ധർമ്മത്തിന്റെ വെള്ളി വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് സുമനസാല അല്ലാഹുവിന്റെ മുന്നിൽ ആരാധനാ നിരതനായി കരിച്ചുകൂടുന്നതെന്ന് നോക്കാൻ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചത്. അങ്ങനെ സൽക്കർമ്മം ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ, അല്ലാഹുവിനെ ആരാധിച്ചാൽ, മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ, അധർമ്മത്തിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹ് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? സൂറത്തുൽ ആല ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ജായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت. ചുവന്ന ലൈറ്റ് മിന്നിച്ചുകൊണ്ട് റോഡിന്റെ നടുവിലൂടെ നൂറുകണക്കിന് വാഹനത്തിന്റെ അകമ്പടിയോടെ ചീറിപ്പായുന്ന VIP-കളായാലും, ചേരി പ്രദേശങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പുഴുക്കളെ പോലെ നരകച്ച് ജീവിക്കുന്ന ദരിദ്രന്റെ മകനായാലും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്, മരണം കടന്നു വരിക തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ആ മരണത്തോടുകൂടി ജീവിതത്തിന് തിരശ്ശീല വീഴുന്നില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ആ മരണത്തിന് ശേഷം ഒരു ഭയാനകമായ സംഭവം നടക്കാനുണ്ട്. ഹശ്റിന്റെ മൈതാനിയിലേക്ക് ലോകജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മഹാസന്ദർഭം വരാനുണ്ട്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളും പാപഭംഗിലമാക്കിയ മനുഷ്യർ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഹശ്റിന്റെ മൈതാനിയിൽ ആരാണോ ഫമൻ സുഹ്സിഹ അനിൻ നാർ, ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് രക്ഷ നൽകപ്പെടുന്നത് വഉദ്ഖിലൽ ജന്ന. അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും കടന്നു പോകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിന്റെ വാതിലൊക്കെ വലതുകാല് കടന്നു വെച്ചുകൊണ്ട് പോകുന്നതാരാണോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്നിട്ട് വീണ്ടും അല്ലാഹ് പറയുകയാണ്, ഈ ലോകത്തെ ജീവിതം നശ്വരമാണ്, ഈ ലോകത്തെ ജീവിതം ക്ഷണികമാണ്, ഈ ലോകത്തെ ജീവിതം വഞ്ചനാത്മകമാണ്. അല്ലാഹുവിന്റെ വചനം. അപ്പോ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി എന്നോണം മരണത്തിന് ശേഷം നമ്മെ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രതിഫലത്തിനും പ്രവർത്തനത്തിനും ഇടയിൽ ഒരു മറയുണ്ട്. ആ മറയാണ് മരണം. ആ മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളിലൂടെ ആ മരണത്തിന്റെ ഭയാനകതയെക്കുറിച്ചും അപ്രതീക്ഷിതത്വത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര തവണ സഹോദരങ്ങളെ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളെ അക്തിറു ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത്, അക്തിറു ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണമാകുന്ന ഭീകരമായ സത്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മ നിലനിൽക്കട്ടെ, മറക്കാതിരിക്കട്ടെ, വിസ്മരിക്കാതിരിക്കട്ടെ. വിസ്മൃതിയുടെ പദത്തിലേക്ക് മരണമാകുന്ന സത്യത്തിന്റെ ചിന്തയെ വലിച്ചെറിയാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ മരണത്തിന് ചില സ്വഭാവങ്ങളുണ്ട്. നമ്മെ നാം അല്ലാതെയാക്കുന്ന പേരിന്റെ പിറകിൽ 3-4 അക്ഷരമുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള മനുഷ്യരെ കേവലം മയ്യത്താക്കി മാറ്റുന്ന ആ മരണം നമുക്കറിയാം. ഐഡന്റിറ്റി നശിപ്പിച്ച് കളയുന്നതാണ് ആ മരണം. ഒരു മനുഷ്യന് ഐഡന്റിറ്റി ഇല്ലാതെയാകുന്നത് അയാൾ മരിച്ചു കഴിയുമ്പോഴാണ്, അല്ലെ? ഒന്നാലോചിച്ചു നോക്ക്. ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആക്സിഡന്റ് സംഭവിച്ചു. ക്ഷണിക നേരം ഞങ്ങൾ 3 പേരും, ഞങ്ങൾ യാത്രക്കാരെ മുഴുവനും അവിടെ മരിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇവിടെ ഈ സദസ്സിലും സ്റ്റേജിലുമുള്ള ഞങ്ങളുമായി അടുത്ത ആളുകൾക്ക് കോള് വന്നേക്കാം. ഒരുപക്ഷെ നോമ്പ് തുറക്കാൻ പോലും കാത്തു നിൽക്കാതെ ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വന്നേക്കാം. അവിടെ വന്ന് ഇന്നലെ വരെ ഈ പരിപാടിക്ക് വരുമ്പോ വരെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത, മൗലവി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത, പേരിന്റെ പിറകിൽ നാടുകൂട്ടി വിളിച്ച ആളുകൾ ആ ദിവസം അവിടെ വന്നിട്ട് പേര് പറയില്ല സഹോദരങ്ങളെ. അവിടെ വന്നിട്ട് ബിരുദമെടുത്ത ബിരുദത്തിന്റെ പേര് പറയില്ല സഹോദരങ്ങളെ. അവിടെ വന്നിട്ട് പേര് പോലും ഉച്ചരിക്കാൻ തയ്യാറാകുകയില്ല. അവിടെ വന്നിട്ട് ഉമ്മയായാലും വാപ്പയായാലും മക്കളായാലും അനുജന്മാരായാലും അനുജത്തിമാരായാലും അവിടെ നിന്ന് പറയാൻ പോകുന്ന വചനം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്തെന്ന് മാത്രമാണ്. മയ്യത്തെന്ന് മാത്രമാണ്. ലോകത്തുള്ള എല്ലാ ധനാഢ്യന്മാരും, ലോകത്തുള്ള എല്ലാ ദരിദ്രന്മാരും, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഐഡന്റിറ്റിയിലേക്കാണ് തിരിച്ചു വരുന്നത്. അവിടെ പണക്കാരില്ല, പണക്കാരനില്ല, പണിക്കാരനില്ല, വെളുത്തവനില്ല, കറുത്തവനില്ല, നേതാവില്ല, അനുയായിയില്ല. എല്ലാവർക്കും ഒരേ പേര്, മയ്യത്ത് എന്ന പേര്. എല്ലാവർക്കും ഒരേ വീട്, 6 അടി മണ്ണിന്റെ വീട്. എല്ലാവർക്കും ഒരേ കൂട്ടുകാര്, പുഴുക്കളും ചിതലുകളുമാകുന്ന കൂട്ടുകാര്. സഹോദരങ്ങളെ, ആ മരണത്തിന്റെ ചില സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് വിവരിക്കുകയാണ്. അല്ലാഹ് പറയുകയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയി അർദിൻ തമൂത്. മനുഷ്യനറിയില്ല. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്ന അല്പബുദ്ധികളായ മനുഷ്യനല്ല അറിയിച്ചു കൊടുത്തിട്ടില്ല നാളെ അവന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ അവന്റെ ജീവിതത്തിൽ എന്ത് ദുരിതമാണ് കടന്നു വരാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും തന്നെ അറിയിച്ചു കൊടുത്തിട്ടില്ല. 2004 ഡിസംബറിൽ വിവിധ കടൽക്കരകളിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് വധിച്ചുല്ലസിച്ചിരുന്ന, ആനന്ദത്തിന്റെ ആർപ്പുതിമിർപ്പിലായിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ രാക്ഷസത്തിലെ മാല വന്ന് നക്കി തുടക്കുന്ന സമയത്ത്, അതിന്റെ ഒരു സെക്കൻഡ് മുന്നേ പോലും ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളെ അതിന്റെ അവസാനം വരെ, അതിന്റെ ഏറ്റവും അവസാനം വരെ ആസ്വദിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരായിരുന്നു അവർ. പക്ഷെ തൊട്ടടുത്ത് അല്ലാഹുവിന്റെ അദാബ് കടന്നു വരാനിരിക്കുന്നവരാരും തന്നെ അറിഞ്ഞിട്ടില്ല. എപ്പോഴാണ് സുനാമി വരിക, എപ്പോഴാണ് ഭൂമി കുലുക്കം വരിക, എപ്പോഴാണ് കൊടുങ്കാറ്റടിച്ചു വീശുക, എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുക, എപ്പോഴാണ് ചുഴലിക്കാറ്റുണ്ടാകുക, എപ്പോഴാണ് ഭൂമി വിണ്ടുകീറുക, എപ്പോഴാണ് ദുരന്തങ്ങൾ ഉണ്ടാകുക, എപ്പോഴാണ് പ്രകൃതിക്ഷോഭം ഉണ്ടാകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാൻ മനുഷ്യന് കഴിയില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബസ്സുനാ ദുഹം വഹും യൽഅബൂൻ അഫഅമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബസ്സുനാ ബയാതൻ വഹും നായിമൂൻ. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ, അല്ലാഹുവിന്റെ അദാബ് കളിച്ചു മതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? വീടിന്റെ അകത്തളങ്ങളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അഫഅമിനൂ മക്റല്ലാഹ്, കുതന്ത്രശാലികളായ മനുഷ്യരെ, കുതന്ത്രം കണ്ടുപിടിക്കുന്ന മനുഷ്യരെ, അല്ലാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അങ്ങേയറ്റത്തെ നഷ്ടക്കാരായ ആളുകളല്ലാതെ, അല്ലാഹുവിന്റെ തന്ത്രത്തെ
അനന്തരത്തെക്കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാൾക്കും തന്നെ അറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വമാ തദ്രീ നഫ്സും ബിഅയി അർദിൻ തമൂത്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വമാ തദ്രീ നഫ്സും ബിഅയി അർദിൻ തമൂത്, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന പ്രിയപ്പെട്ട പിതാവിനോട് മകൾ ഗുഡ് ബൈ പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും എന്റെ വാപ്പ ഈ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചു വരില്ല എന്ന സത്യമാ മകൾക്കറിയില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറഞ്ഞ് ഗൾഫിലേക്ക് വിമാനം കയറുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന സത്യമാ ഭാര്യക്കറിയില്ല. കടങ്ങളിൽ തോളിൽ പേറിക്കൊണ്ട് ഗൾഫിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിലേക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് യാത്രയായ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹമാണ് ഈ വീടിന്റെ അകത്തേക്ക് ഇനി കൊണ്ടുവരികയെന്ന സത്യം ഉമ്മാക്കറിയില്ല. ഈ പരിപാടിയിൽ, ഈ തലപ്പാറയിൽ, ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തിരിക്കുന്ന ഓരോ മനുഷ്യരും ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്നറിയില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ അഴിക്കുന്നത് ആരാണെന്നറിയില്ല. ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് നമ്മുടെ മൃതശരീരം പുറത്തേക്ക് എടുക്കുന്നതെന്ന് ആരാണെന്നറിയില്ല. ഒരുപക്ഷെ മോർച്ചറിയിലെ ഉദ്യോഗസ്ഥൻ, മോർച്ചറിയിലെ പടക്കാരൻ ആക്സിഡന്റ് സംഭവിച്ചു രക്തവുമായി ഒട്ടിച്ചേർന്ന ശരീരത്തിൽ നിന്ന് വസ്ത്രം പറിച്ചെടുക്കുമോ? അതല്ല വീട്ടിൽ ചെന്നുകൊണ്ട് എന്റെ ഭാര്യ അലക്കി തേച്ച് വെച്ച വസ്ത്രം ഞാൻ എടുത്തിടുമോ? ആർക്കാണറിയുക സഹോദരങ്ങളെ? നാളേക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നാം. നാളെ നാം ജീവിക്കുമോ എന്നറിയില്ല, നാളെ നാം എഴുന്നേൽക്കുമോ എന്നറിയില്ല, നാളെ നമുക്കൊരു ജീവിതമുണ്ടോ എന്നറിയില്ല, ഇനിയൊരു നോമ്പുതറ നമുക്കുണ്ടോ എന്നറിയില്ല, ഇനിയൊരു വെള്ളം കുടി നമുക്കുണ്ടോ എന്നറിയില്ല, ഇനിയൊരു കാരക്ക ഭക്ഷിക്കുവാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏത് നേരത്താണ് അല്ലാഹുവിന്റെ മലക്ക് മരണത്തിന്റെ ദൂതുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഒരാൾക്കും തന്നെ ഈ ലോകത്തറിയില്ല സഹോദരങ്ങളെ. വല്ലാത്തൊരു അത്ഭുതമാണ് മരണമെന്ന പ്രതിഭാസം സഹോദരങ്ങളെ, വല്ലാത്തൊരു അത്ഭുതമാണ്. അതിന് കണ്ണിൽ ചോരയില്ല, യുവത്വം അതിനൊരു തടസ്സമല്ല, വാർദ്ധക്യം അതിനൊരു മാനദണ്ഡവുമല്ല. എത്രയെത്ര യുവാക്കൾ ഒരു കാരണവുമില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മരണത്തിന്റെ വേറെ ചില സ്വഭാവത്തെക്കുറിച്ച് മനുഷ്യരെ തലച്ചോറിന്റെ അകത്ത് തൊട്ടുണർത്തുന്ന രീതിയിൽ പറയുകയാണ്. മനുഷ്യരോട് ചോദിക്കുകയാണല്ല, കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ وزروع ومقام كريم ونعمة كانوا فيها فاكهين. എത്രയെത്ര പണക്കാരാണോ, എത്രയെത്ര പ്രമാണിമാരാണോ, എത്രയെത്ര അധികാരികളാണ്, എത്രയെത്ര സിംഹാസനങ്ങളാണ്, എത്രയെത്ര ചെങ്കോലുകളാണ്, എത്രയെത്ര സാമ്രാജ്യങ്ങളാണ്, എത്ര പ്രേമങ്ങളാണ്, എത്ര കഥകളാണ് ഈ ലോകത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. ജീവിതം മുഴുവൻ അധ്വാനിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അന്യന്റെ തലയറത്ത് ധർമ്മത്തെ ബലി കഴിച്ചുകൊണ്ട് കുന്നുകൂട്ടിയ സമ്പാദ്യമുള്ള വലിയ സമ്പത്തിന്റെ കൂടാരമുള്ള മനുഷ്യൻ പോലും പോയി കിടക്കുന്നത് 6 അടി മണ്ണിലാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു നമ്മോട് പറയുകയാണ്, സൂറത്തുൽ ജുമുഅയിലൂടെ പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് കുതറിമാറാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഷുഗർ ഒന്ന് കൂടുമ്പോൾ നെഞ്ചടിപ്പാണ്, പ്രഷർ ഒന്ന് കൂടുമ്പോൾ നെഞ്ചടിപ്പാണ്, കൊളസ്ട്രോളിന്റെ അളവൊന്ന് കൂടുമ്പോൾ ടെൻഷനാണ്, ബേജാറാണ്. ഏതൊരു മരണത്തെ ഭയന്നിട്ടാണോ 100,000 ഡോക്ടർമാരുടെ അടുത്ത് 100,000 ഹോസ്പിറ്റലുകളിൽ ചെന്ന് 100,000 ചെക്കപ്പ് നടത്തി 100,000 ഡയറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് 100,000 വ്യായാമങ്ങൾ ചെയ്ത് ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താലും, എത്ര തന്നെ ശ്രദ്ധിച്ചാലും അല്ലാഹ് എഴുതി വെച്ച തീയതിയിൽ ഒരു നിമിഷം പോലും തെറ്റാതെ മരണത്തിന്റെ ദൂതൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. പോകാമെന്ന യാത്രാധ്വനി മുഴക്കിക്കൊണ്ട് ആ പോക്കെവിടേക്കാണ്? രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന
പറയുന്ന ലോകരക്ഷിതാവിന്റെ അടുത്തേക്കുള്ള മടക്കമാണത്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നാവ് കൊണ്ട്, കൈകൊണ്ട്, കാലുകൾ കൊണ്ട്, ചിന്ത കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ തെളിവ് സഹിതം ആ രക്ഷിതാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അല്ലാഹുവിന്റെ വചനമാണ്. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. അത്യാധുനിക സംവിധാനമുള്ള, ആയിരക്കണക്കിന് സെൻസറുകളുള്ള, ആയിരക്കണക്കിന് പാറാവുകാരുള്ള, ആയിരക്കണക്കിന് സുരക്ഷാ സന്നാഹമുള്ള, നൂറുകണക്കിന് വർഷങ്ങളുടെ പ്രയാസങ്ങളും പ്രയത്നങ്ങളും എടുത്തുകൊണ്ട് മനുഷ്യൻ പടുത്തുയർത്തിയ സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കെട്ടിടത്തിന്റെ അകത്ത് സുരക്ഷിതത്വ ബോധത്തോടുകൂടി നിങ്ങൾ കിടന്നാലും മരണത്തിന്റെ ദൂതൻ ആ സുരക്ഷാ വലയങ്ങളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. പോകാമെന്ന് യാത്രാധ്വനി മുഴക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. സഹോദരങ്ങളെ, ആ മരണത്തെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആ മരണത്തിന് വേണ്ടി, ആ മരണം നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ മരണത്തിന്റെ തോളിലേറിക്കൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്ക് കഴിയണം. അതാണ് ഒരാള്, ഒരു അറബി കവി പാടിയത്. അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലുക ളാഹികം മസ്റൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നീ പുറത്തേക്ക് വരുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് നിന്റെ കൂട്ടുകാരും, നിന്റെ വാപ്പാന്റെ കൂട്ടുകാരും, നിന്റെ അമ്മാവന്മാരും ബന്ധുക്കളും പുറത്തുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നീ ഭൂമിയിലേക്ക് വരുമ്പോ അവര് നിന്നെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ടാണ്. എന്നാൽ ആ ചിരിച്ച മുഖങ്ങളൊക്കെ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ സന്തോഷിച്ച മുഖങ്ങളൊക്കെ ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം നിന്റെ മരണമാണ്. ചേതനയറ്റ നിന്റെ ശരീരം നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ദിവസമാണ്. 4 ദിക്കുകളിലുമുള്ള നിന്റെ കൂട്ടുകാരെ നിന്നെ കാണാൻ വരുന്ന ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി നീ പ്രയത്നിക്കണം. അന്ന് ചിരിച്ച നിന്റെ ജനനത്തിന്റെ അന്ന് ചിരിച്ച മുഖങ്ങളെല്ലാം കരയുന്ന ദിവസം. ആ ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ, പുഞ്ചിരിച്ചുകൊണ്ട് 6 അടി മണ്ണിനെ സ്വീകരിക്കാൻ, പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരിക്കാനുള്ള പ്രവൃത്തിയാകണം ഈ ലോകത്ത് നീ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാളേക്ക് വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി ഒരുങ്ങുക മുസ്ലിങ്ങളെ. നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുക. മരണത്തെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. സഹോദരങ്ങളെ, പലരും വിഷമുണ്ടാവുമ്പോൾ പറയാറുണ്ട്, പലരും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ പറയാറുണ്ട്, എന്താ പറയല്, ഒന്ന് മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ, ഒന്ന് മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ? പലപ്പോഴും സ്ത്രീകളുടെ അടുത്താണ് അധികം കേൾക്കുക. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പടച്ചോനെ നീ ഒന്നെന്നെ അങ്ങോട്ട് കൂട്ട്, എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ അങ്ങോട്ട് പോവാൻ. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചോലെയാണ് ഓരോരാൾ വർത്താനം പറയാ. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രവർത്തനവും മുതൽക്കൂട്ടായിട്ടുണ്ടാവില്ല. സഹോദരങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന സഹാബികൾ അവർ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, അവർ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണ്. അമ്മാർ ഇബ്നു യാസിറിന്റെ ചരിത്രം നമുക്കറിയാലോ. അമ്മാറിനെ ഒരു പനമരത്തിലും അതുപോലെ തന്നെ യാസിറിനെ മറ്റൊരു പനയിലും സുമയ്യയെ മറ്റൊരു പനയിൽ റളിയല്ലാഹു അൻഹും വറദു അൻ കെട്ടിയിട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. അമ്മാറിന്റെ മുന്നിൽ വെച്ച് സ്വന്തം ഉമ്മയെയും വാപ്പയെയും ക്രൂരമായി മർദ്ദിക്കുകയാണ്. അവസാനം കുന്തം ചുട്ടുപഴുപ്പിച്ച് ആ ചുട്ടുപഴുത്ത കുന്തം സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി തന്റെ ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് 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 ആ പനമരത്തടിയിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ മരണത്തിന്റെ രംഗം കാണേണ്ടി വന്ന അമ്മാർ പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കണ്ണും മൂക്കും വായയും ചെത്തി കൈകാലുകൾ വേർപ്പെടുത്തി മുസൈലിമത്തുൽ കദ്ദാബ് തന്റെ അങ്ങാടിയിൽ കെട്ടിത്തൂക്കി ഹബീബ് റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ മലർത്തിക്കിടത്തി ഉമയ്യത്തിന്റെ ചാട്ടവാറടിയുടെ വേദനയിലും അഹദ് അഹദ് എന്ന് മുദ്രാവാക്യം വിളിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ സഹോദരങ്ങളെ? അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന് വേണ്ടി ബദറിന്റെ രണാങ്കണത്തിൽ അടിപതരാതെ ഉറച്ചു നിന്ന ആ
ബദിരീങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ സഹോദരങ്ങളെ? അധികാരത്തിന്റെ ചെങ്കോല് കയ്യിൽ കിട്ടിയിട്ടും പനയോലപ്പായയിൽ കിടന്നുറങ്ങി ശരീരത്ത് പാടുവരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന ആ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ സഹോദരങ്ങളെ? ഏതോ ഒരു വൃദ്ധ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, പരിചയമില്ലാത്ത വൃദ്ധ ഒരു വീട്ടിൽ ഒറ്റക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആ വീട്ടിൽ കടന്നു ചെന്ന ആ വൃദ്ധയുടെ മാലിന്യങ്ങൾ വാരാനും വിസർജ്യം വൃത്തിയാക്കാനും സ്വന്തം കൈകൊണ്ട് ആ വൃദ്ധയുടെ വായിലേക്ക് അന്നമൂട്ടാനും സന്മനസ് കാണിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നാം ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടതുണ്ട്, ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ല ഒരു മരണം വരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത്രയും നേരം പരിശുദ്ധ ഖുർആൻ വിവരിച്ചത് നാമൊക്കെ കാണുന്ന, നാമൊക്കെ കേൾക്കുന്ന, നാമൊക്കെ അറിയുന്ന ചില വസ്തുതകൾ വെച്ചിട്ടാണ്. മരണം അപ്രതീക്ഷിതമാണ്, മരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അള്ളാഹു പറഞ്ഞത്. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, മനുഷ്യന്റെ ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചറിയാൻ കഴിയാത്ത ചില വസ്തുതകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള